സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നുള്ളതോടൊപ്പം ഞാൻ റഷീദ് സായിലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ, ക്രിറ്റിക്സ് എന്തു തന്നെയാട്ടെ ഈ വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ഇന്ത്യ വിക്സിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യ വിക്സ് 20ന്റെ മുകളിലെത്തിയിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും നഷ്ടം മാത്രം സമ്മാനിക്കുന്ന ഒരു വോളാറ്റിലിറ്റി അനുഭവമായിരിക്കും 20ന് മുകളിൽ ഉണ്ടാവുന്നത്. ചില സമയങ്ങളിൽ 100% പ്രോഫിറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ വിക്സ് ഇതേപോലെ കയറി നിൽക്കുമ്പോൾ സഹായിക്കാറുണ്ട്. പക്ഷേ ഭൂരിപക്ഷവും സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ വിക്സിൻ്റെ ഒരു കാൽക്കുലേഷനിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്ന രീതി ഇതിനു മുൻപ് പല പ്രാവശ്യം ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. സോ അതറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയാൻ, ഞാൻ ആ വിക്സിൻ്റെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത് എന്ന ഒരു വീഡിയോ ഞാൻ റിലീസ് ചെയ്യാം. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇല്ലാതെ നല്ല പ്രോഫിറ്റ് എടുക്കാൻ സാധിക്കുന്നതാണ് വിക്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയാണെങ്കിൽ. ദെൻ ഇന്ത്യ ഇറാനുമായിട്ട് ചബഹാർ എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്. എനിക്ക് ഞാൻ ഉച്ചരിക്കുന്നതിൽ ചിലപ്പം വ്യത്യാസം ഉണ്ടാകും. ചബഹാർ പോർട്ട് 10 വർഷത്തേക്ക് നടത്താൻ ഇന്ത്യക്ക് അനുമതി കിട്ടിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ സൂയസ് കനാലിൻ്റെ ഇഷ്യൂസൊക്കെ ഓവർകം ചെയ്യാൻ ഇതൊരു പരിധിവരെ സഹായിക്കും എന്നാണ് പറയപ്പെടുന്നത്. ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ഫസ്റ്റ് ഇന്ത്യൻ കമ്പനി അല്ലെങ്കിൽ ഫസ്റ്റ് ഓട്ടോ കമ്പനി ONDC നെറ്റ്വർക്കിൽ രജിസ്റ്റർ ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ ഓട്ടോ കമ്പനിയായിട്ട് ഹീറോ മോട്ടോർ കോർപ്പറേഷൻ മാറിയിട്ടുണ്ട്. മിക്കവാറും നാളെ അതിൻ്റെ ഒരു മുന്നേറ്റം കണ്ടേക്കാം. ABB ഇന്ത്യ ലിമിറ്റഡ് 11% ഇന്ന് സ്റ്റോക്ക് കയറിപ്പോയിട്ടുണ്ട്. കാരണം Q4 റിസൾട്ട്സ് തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. ദെൻ BEML ഷെയർസ് ഇന്ന് 14% കയറിപ്പോയത്. കാരണം 62% പ്രോഫിറ്റാണ് Q4 അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡോക്ടർ ലാൽപത് ലാബ്സ് ഇന്ന് 6% കയറിപ്പോയിട്ടുണ്ട്. അതും Q4 റിസൾട്ടിൻ്റെ ബേസിൽ തന്നെയാണ്. പോളിക്യാബ് കേബിൾ വയറുകൾ ഉണ്ടാക്കുന്ന കമ്പനി 4% ഇന്ന് കയറിപ്പോയിരിക്കുന്നത്. അതിൻ്റെ Q4 പ്രോഫിറ്റ് 29% കയറിയിരിക്കുന്നത്. പിരമൽ ഫാർമ ഇന്ന് 2.7% കയറിപ്പോയിട്ടുണ്ട്. അതിൻ്റെ Q4 റിസൾട്ട് വളരെ മികച്ചതായിരുന്നു. ഷാർദ ക്രോപ്പ് ജാം അത് 7% ഇന്ന് കയറിപ്പോയിട്ടുണ്ട്. Q4 റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണത്. റിലാക്സോ ഫുട്വെയർ ഇന്ന് 2.32%. റിലാക്സോ ഫുട്വെയറിൻ്റെ പ്രോഫിറ്റ് 2.32% ഡൗൺ ആയിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. L&Tയുടെ പ്രോഫിറ്റ് 7.67% വർദ്ധിച്ചതായിട്ടാണ് Q4 റിസൾട്ട്സ് വന്നിരിക്കുന്നത്. ക്യാംസ് 21% പ്രോഫിറ്റ് ഗെയിനാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അഡ്വാൻസ്ഡ് എൻസൈംസ് 6% നെറ്റ് പ്രോഫിറ്റ് കുറയാണ് ചെയ്തിട്ടുള്ളത്. 6% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ABB സ്റ്റോക്സ് ഇന്ന് 11% കയറിപ്പോയി. ഞാൻ ഓൾറെഡി ആ ഒരു ന്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പിറമൽ ഫാർമ ഇന്ന് 52 വീക്സ് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. 52 വീക്സ് ഹൈ ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. Q4 ഏർണിങ്സിൻ്റെ ഭാഗമായിട്ടാണ് ഏഷ്യർ മോട്ടോഴ്സ് ഷെയറിൻ്റെ പ്രൈസ് ഇന്ന് 3% ഇടിയുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം അതിന് മുന്നോട്ട് ഫ്യൂച്ചറിലേക്ക് കാര്യമായ ഒന്നും തന്നെ ആ കമ്പനി പ്രോമിസ് ചെയ്യുന്നില്ല എന്ന രീതിയിൽ അനലിസ്റ്റുകൾ പല റിപ്പോർട്ടുകളും പ്രസിദ്ധീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണത്. പോളിക്യാബ് ഷെയർസ് 10% അപ്പായിട്ടുണ്ട്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ടാറ്റ മോട്ടോഴ്സ് Q4 റിസൾട്ട് സ്ട്രോങ് ആയിരുന്നു എങ്കിൽ കൂടി ഇന്ന് സ്റ്റോക്ക് 8% ഇടിഞ്ഞ് താഴെ പോയിരിക്കുന്നത്. കാരണം ഇതിന് ജാഗ്വാറിന് പൊട്ടൻഷ്യലി ഒരു ഡിമാൻഡ് ഇല്ലാത്തൊരവസ്ഥയുണ്ട് എന്നാണ് ന്യൂസുകൾ വന്നത്. അതുപ്രകാരം ടാറ്റയുടെ സ്റ്റോക്ക് 8% ഇന്ന് ഇടിഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റോക്കുകളെല്ലാം തന്നെ ഒരു ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരം ഒട്ടുമിക്ക ആൾക്കാരും ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം മാർക്കറ്റ് തിരിച്ച് കയറാനുള്ള ഒരു സൈനും കൂടി കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിലൊരു ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ 22,300 വരെയൊക്കെ തിരിച്ച് കയറാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. ദെൻ ഇന്ന് ആസ്ട്രൽ, ടാറ്റ മോട്ടോഴ്സ്, ടൈറ്റൻ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഇത്രയും സ്റ്റോക്കുകളായിരുന്നു ഞാൻ ഒരു ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായത്. തീർച്ചയായിട്ടും കിട്ടില്ലൻ പ്രോഫിറ്റാണ്. കാരണം ഇത് ഞാൻ രാവിലത്തെ ന്യൂസ് ഇപ്പോൾ വീണ്ടും ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാര്യം, ഈ സ്റ്റോക്കുകൾ എടുത്ത ഒട്ടുമിക്ക ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സും, ടൈറ്റൻ, ടാറ്റ മോട്ടോഴ്സ് ഈ 3 മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തവരെ നല്ല ഹ്യൂജ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട്. കാരണം ടാറ്റ മോട്ടോഴ്സ് തന്നെ 100 രൂപയുടെ അടുത്ത് ഫോൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഭയങ്കര ഒരു എന്താ പറയുക ഒരു വലിയ വീഴ്ചയാണ് ടാറ്റ മോട്ടോഴ്സിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. അതിൻ്റെ പ്രോഫിറ്റ് 222% രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ തന്നെ
ബട്ട് കാര്യമായിട്ട് അത് മുന്നേറ്റം ഉണ്ടായില്ല എന്നുള്ളതാണ്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ 19% നെറ്റ് പ്രോഫിറ്റ് ഗ്രോത്താണ് ക്വാർട്ടർ 4 രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സെയ്ദൂസ് എന്താ പറയുക, അവർക്ക് USFDAയുടെ ഒരു ടാബ്ലറ്റ് US വിൽക്കുന്നതിന് FDA അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ദെൻ സൊമാറ്റോയുടെ ഓഡിറ്റർ റിസൈൻ ചെയ്തു എന്നൊരു കാര്യം ഇന്ന് രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാരുതി സുസുക്കി 30% ഒരു CNG വെഹിക്കിൾസിൽ 30% ഒരു വർധനമുണ്ടാകും എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ മെയ് മാസത്തിൽ ഇതുവരെയായിട്ട് 17,000 കോടി രൂപയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിഡ്രോ ചെയ്തിരിക്കുന്നത്. ഏഷ്യർ മോട്ടോഴ്സിൻ്റെ ക്വാർട്ടർ 4 റിസൾട്ട് എന്താ പറയുക 18% പ്രോഫിറ്റ് വർധനവാണ് രേഖപ്പെടുത്തിയതെങ്കിലും മാർക്കറ്റിൽ അതിനനുസരിച്ചുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഏഷ്യർ മോട്ടോഴ്സിന് സാധിച്ചില്ല. കാരണം അവർക്ക് മുന്നോട്ട് വലിയ സ്കോപ്പില്ല എന്ന രീതിയിലാണ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ടുകളും ന്യൂസൊക്കെ വന്നിരിക്കുന്നത്. ഇനി ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഡോ ജോൺസ് ഗ്രീനിലാണ്, അതേപോലെ S&P 500 ഗ്രീനിലാണ്, നസ്ദാക്ക് 5 പോയിന്റ് റെഡിലാണുള്ളത്. യൂറോപ്പ് മാർക്കറ്റ് ക്ലിയർലി ബെയറിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന 22,213 47 പോയിന്റ് ഗ്രീനിലാണുള്ളത്. നിക്കി ആണെങ്കിൽ 49 പോയിന്റ് റെഡാണ്. ഹാങ്സങ് 151 പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 27 പോയിന്റിന്റെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലും 311 പോയിന്റിന്റെ അപ് ഡൗൺ മൂവ്മെന്റ് ആണ് കൊടുത്തത്. 22.028 ഇന്ന് ഓപ്പണായി അവിടെ നിന്ന് 76 പോയിന്റ് ലാഭത്തിൽ 22.104 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഇന്നത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. നിഫ്റ്റി 50യിലുള്ള 50 കമ്പനികളിൽ 29 ലാഭത്തിലും 21 നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. UPL, സിപ്ല, ഏഷ്യൻ പെയിന്റ്, HDFC ലൈഫ് ഇതൊക്കെയാണ് ഇന്ന് നിഫ്റ്റിയെ പ്രധാനമായിട്ടും മുകളിലോട്ട് പൊക്കി കൊണ്ടുവന്ന കമ്പനികൾ. ടാറ്റ മോട്ടോഴ്സ്, BPCL, കോൾ ഇന്ത്യ, NTPC ഇതൊക്കെ ഇന്ന് എന്താ പറയുക നല്ല രീതിയിൽ നിഫ്റ്റിയിൽ നഷ്ടവും രേഖപ്പെടുത്തി. കഴിഞ്ഞ 5 ദിവസമായിട്ടുള്ള നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 458 പോയിന്റിന്റെ നഷ്ടമാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയത്ത് ഈ മെയ് മാസത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 464 പോയിന്റിന്റെ നഷ്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 11.53% വർദ്ധിച്ചിട്ട് 20.6 ക്ലോസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇന്ന് നാരോ CPR ആയിരുന്നു, പക്ഷേ പ്രൈസ് ആക്ഷൻ CPRനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി ഇന്ന് 47,390 ഓപ്പണായിട്ട് 364 പോയിന്റ് ലാഭത്തിൽ 47,754 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 21,063 ഓപ്പണായി 187 പോയിന്റ് ലാഭത്തിൽ 21,250 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 72,477 ഓപ്പണായിട്ട് 299 പോയിന്റ് ലാഭത്തിൽ 72,776 ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 10,904 ഓപ്പണായി 192 പോയിന്റ് ലാഭത്തിൽ 11,096 ക്ലോസ് ചെയ്തു. എന്തായാലും ഒരു സമ്മിശ്ര പ്രതികരണമാണ് ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $78.71 കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് റേറ്റും കുറയാണ് ചെയ്തിട്ടുള്ളത്. $2,343 ഗോൾഡിൻ്റെ റേറ്റ്. ദെൻ USD INR റേറ്റ് ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് ഇടിഞ്ഞതാണിരിക്കുകയാണ്. 83 രൂപ 52 പൈസയാണ് ഒരു $1 ഇന്നത്തെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 10,309 കോടിയുടെ ബൈങ്ങും 14,808 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 4,498 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 12,655 കോടിയുടെ ബൈങ്ങും 9,093 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 3,562 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 936 കോടി രൂപയുടെ പിൻവലിക്കലാണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. ഈ മാസത്തിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 29,474 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 22,972 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതേസമയത്ത് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 6,501 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് മാർക്കറ്റിൽ നടന്നിട്ടുള്ള പണം പിൻവലിക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. സോ മാർക്കറ്റിനെ അത് നല്ല രീതിയിൽ ബെയറിഷിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് നിഫ്റ്റി മീഡിയ, PSU ബാങ്ക്, ഓട്ടോ ഇതെല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഫാർമയാണെങ്കിൽ 1.77% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ETF വരികയാണെങ്കിൽ ഗോൾഡ് ബീസ്, ഓട്ടോ ബീസ് ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ഫാർമ ബീസ് ഇന്ന് 2.06% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. മേജർ സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ UPL ഇന്ന് 7.59% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ടാറ്റ മോട്ടോഴ്സ് 8.34% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി. UPL, സിപ്ല, ഓറോഫാർമ, ഏഷ്യൻ പെയിന്റ്, HDFC ലൈഫ്, അദാനി എന്റർപ്രൈസസ്, അദാനി പോർട്സ്, ഡിവിസ് ലാബ്, കുമിൻസ് ഇന്ത്യ, ഹോട്ടൽസ്, ആസ്ട്രൽ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ടാറ്റ മോട്ടോഴ്സ്, BPCL, ശ്രീറാം ഫിനാൻസ്,
ലോറസ് ലാബ്സ്, കോൾ ഇന്ത്യ, NTPC, SBI, ടൈറ്റൻ, ONGC, ഭാരതി എയർടെൽ, ഹിന്ദ് പെട്രോ, ആസ്റ്റർ DM ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടവും രേഖപ്പെടുത്തി. നിഫ്റ്റി NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 915 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 1379 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 0.78 ആണ്. ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെന്റ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. 22,104 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 120 പോയിന്റ് മുകളിലായിട്ട് 22,224 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഒരു ഫ്യൂച്ചറിന്റെ പ്രൈസ് 5 ദിവസമായി കമ്പയർ ചെയ്യുമ്പോൾ ഒരു സൈഡ് വൈസ് ന്യൂട്രൽ മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്നത് 22,500 58 ലക്ഷം കോളാണ് ഇവിടെ റേറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് നടന്നിരിക്കുന്നത് 22,000 49 ലക്ഷം മാത്രമാണ് ഇവിടെ പുട്ട് റേറ്റിംഗ്. ഓൾമോസ്റ്റ് എന്താ പറയുക, ഒരു 9 ലക്ഷത്തിൻ്റെ കുറവാണ് ഉള്ളത്. ദെൻ ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.91 ആണ് വന്നിരിക്കുന്നത്. ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. 47,754 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ 321 പോയിന്റ് മുകളിലായിട്ട് 48,075 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് നടന്നിരിക്കുന്നത് 48,000 33 ലക്ഷം കോളാണ് ഇവിടെ റേറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് നടന്നിട്ടുള്ളത് 47,000 25 ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. നാളെ റിസൾട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കമ്പനീസ് നോക്കുകയാണെങ്കിൽ ഭാരതി എയർടെൽ, ഭാരതി ഹെക്സാകോം, അപ്പാർ ഇൻഡസ്ട്രീസ്, അപ്പോളോ ടയേഴ്സ്, BASF ഇന്ത്യ, ബജാജ് ഇലക്ട്രിക്കൽസ്, ആന്ധ്ര പേപ്പർ ലിമിറ്റഡ്, GTL ഇൻഫ്ര, ആന്ധ്ര സിമെന്റ്, കോൾഗേറ്റ് പാമോലീഫ്, ദേവ്യാനി ഇന്റർനാഷണൽ, BLS ഇന്റർനാഷണൽ, എയ്തൽവെയ്സ് ഫിനാൻഷ്യൽ സർവീസസ്. നാളെ വരാനുള്ള മേജർ ഈവൻസിലേക്ക് വരികയാണെങ്കിൽ, ഗ്ലോബൽ ഈവൻസിലേക്ക് വരികയാണെങ്കിൽ USA ഫെഡ് ചെയർ പവൽ സ്പീച്ച്, USA PPI ഇയർ ഓൺ ഇയർ മന്ത് ഓൺ മന്ത് 2 ഇവന്റുകൾ, ജർമ്മനി ZEW എക്കണോമിക് സെന്റിമെന്റ് ഇൻഡെക്സ്, UK BOE പിൽ സ്പീച്ച്, UK എംപ്ലോയ്മെന്റ് ചേഞ്ച് ആൻഡ് റേറ്റ് 2 ഡാറ്റയാണ് വരാനുള്ളത്. ജർമ്മനി ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ ഫൈനൽ, ജപ്പാൻ PPI ഇയർ ഓൺ ഇയർ. ഇത്രയും ഇവന്റുകൾ, ഇതെല്ലാം തന്നെ ഒരു പ്രധാനപ്പെട്ട ഇവന്റുകളാണ് ഉള്ളത്. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ഇവന്റുകളുണ്ട്. നാളെ രാവിലത്തെ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ പേപ്പർ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് 38 ട്രേഡുകളിൽ നിന്നായിട്ട് 1:2.95 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 7.29% പ്രോഫിറ്റാണ് ഇന്ന് ഒറ്റ ദിവസം ബുക്ക് ചെയ്തിരിക്കുന്നത്. അതായത് 43,716 രൂപയുടെ. നിഫ്റ്റിയിൽ 1.7% പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ 1.8% കിട്ടിയിട്ടുണ്ട്. ഫിൻ നിഫ്റ്റിയിൽ 2.5% കിട്ടിയിട്ടുണ്ട്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 24.9% കിട്ടിയിട്ടുണ്ട്. സെൻസെക്സിൽ 10.5% കിട്ടിയിട്ടുണ്ട്. സ്റ്റോക്ക് ഓപ്ഷൻസിലേക്ക് നോക്കുകയാണെങ്കിൽ 2% പ്രോഫിറ്റാണ് വന്നിരിക്കുന്നത്. ഈ മാസത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 29.24% പ്രോഫിറ്റ് ഉറപ്പിച്ചിട്ടുണ്ട്. 201 ട്രേഡിൽ നിന്നാണ് ഇത് അച്ചീവ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇന്ന് മിഡ് ക്യാപ്പിൻ്റെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ഡയറക്ഷൻ പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. മോർണിംഗ് സെഷനിൽ പറഞ്ഞതുപോലെ തന്നെ പോയിട്ടുണ്ട്. അതായത് 9:15 ഓപ്പൺ ആയിട്ട് ഒരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ് തന്നത്. പക്ഷേ ബോട്ടം CPRൽ അല്ലെങ്കിൽ ഇന്ന് ഡേ ലോ വരും എന്ന് പറഞ്ഞിരുന്ന ആ ലെവലിൽ പോയിട്ട് അവിടെ നിന്നു മാർക്കറ്റ് അവിടെ നിന്ന് ഫർദർ ഫോൾ ഉണ്ടായില്ല. അവിടെ നിന്ന് തിരിച്ച് മുകളിലോട്ട് കടന്നു വന്നു. അപ്പം ഈ ഒരു സോൺ ട്രേഡ് ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മാർക്കറ്റിൽ ഏത് സമയത്തും റിവേഴ്സൽ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സോൺ ഒഴിച്ചു നിർത്തിയിട്ട് CPR ക്രോസ് ചെയ്യുമ്പോൾ മുകളിലോട്ട് വരുന്ന സമയത്ത് എൻട്രി എടുത്തവർക്ക് ഇത് എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് റാസ് ലെവൽസിനെ റെസ്പെക്ട് ചെയ്യുന്നത് നോക്കി. ഇവിടുന്ന് റാസ് ലെവൽസിൻ്റെ ഇന്ന് ഡേ ലോ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ലെവൽ കറക്റ്റ് അവിടെ പോയി സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി വന്നിട്ടുണ്ട്. അതേപോലെ R3യിൽ എക്സാക്ട്ലി അവിടെ പോയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇല്ലാതെ. ഇത് ചെറിയ രീതിയിൽ ഒരു 10-20 പോയിൻ്റൊക്കെ മുകളിലോട്ട് ഇങ്ങനെ കയറി നിന്നിട്ട് തിരിച്ചിറങ്ങുകയാണ് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ആവശ്യമായ സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത്ര ആക്യുറേറ്റ് ആയിട്ടാണ് റാസ് ലെവൽസ് മാർക്കറ്റിൽ വർക്കൗട്ട് ആവുന്നത്. കാരണം ഇത് വളരെ യുണീക്കാണ്. റാസ് ലെവൽസ് എന്ന് പറയുന്നത് വളരെ യുണീക്കാണ്. ഏതാനും പേര് മാത്രമേ ഉപയോഗിക്കുന്നു. നമ്മളുടെ കൂട്ടത്തിൽ, മലയാളികളുടെ കൂട്ടത്തിൽ കുറച്ച് പേരെ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കൃത്യമായി ഒരുപാട് പേര് ഉപയോഗിക്കുമ്പോഴാണ് പലപ്പോഴും അവിടെ മാനിപ്പുലേഷൻ നടക്കാൻ സാധ്യതയുള്ളൂ. വളരെ കുറച്ച് ആൾക്കാർ ഉപയോഗിക്കുന്ന വളരെ ആക്യുറസിയുള്ള ഒരു ലെവലാണ് റാസ് ലെവൽസ്. സോ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളത് ഒന്ന് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് എനിക്ക് അറിയാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഇന്ന് EMA 100ൽ പോയി സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് CPR കട്ട് ചെയ്ത് ഫർദർ ഒരു അപ്പ് മൂവ്മെൻറ്റ് തരും എന്നാണ്. അങ്ങനെയാണെങ്കിൽ 22,300 ലെവൽ, അതായത് ടോപ്പ് CPR വരെയും അത് കയറി വരാൻ സാധ്യതയുണ്ട് നിഫ്റ്റി. അതേപോലെ സെൻസെക്സിലും ബുള്ളിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് തന്നിരിക്കുന്നത്. അതേപോലെ മിഡ് ക്യാപ്പിൽ വളരെ പവർഫുൾ ആയിട്ട് റിവേഴ്സൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഫിനാൻസ് സെക്ടറിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ബുള്ളിഷ് എൻഗൾഫിംഗ് ഇവിടെ തന്നിട്ടുണ്ട്. പക്ഷേ പ്രീവിയസ് ഡേ ഹൈ അത് കട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവിടെ ഒരല്പം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത് ബ്ലൈൻഡായിട്ട് അതിനങ്ങ് വിശ്വസിച്ച് പോകാൻ പറ്റില്ല.
ബാങ്ക് എക്സിലും അതേപോലെ തന്നെയാണ്. അതേപോലെ ഫിൻ നിഫ്റ്റിയിലും പ്രീവിയസ് ഡേയുടെ ഹൈ കട്ട് ചെയ്തിട്ടില്ല. ബുള്ളിഷ് എൻഗൾഫിംഗ് ഒക്കെ ആണെങ്കിലും പ്രീവിയസ് ഡേയുടെ ഹൈ കട്ട് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെ അതിനെ വിശ്വസിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്ന് രാവിലത്തെ വീഡിയോ ആണിത്. ഞാൻ ഇന്നലത്തെ 3 ദിവസം മുമ്പുള്ള വീഡിയോ എടുത്തിട്ടില്ല. ഓക്കെ, ട്രേഡേഴ്സ് അരീന ഈ ചാനൽ ഇതുവരെയായിട്ട് 10,600 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. രാവിലത്തെ വീഡിയോ 567 പേരാണ് കണ്ടിട്ടുള്ളത്. പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് സർ മിഡ് ക്യാപ്പിലൊന്നും ട്രേഡ് ചെയ്യാറില്ല, അതുകൊണ്ട് നിഫ്റ്റി കൂടെ മോർണിംഗ് അനാലിസിസിൽ ഉൾപ്പെടുത്തിയാൽ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ശ്രമിക്കാം അതിന്. അങ്ങനെ ഒരു സാധ്യത കൂടി നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും അതിന് ശ്രമിക്കാം. പക്ഷേ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ രാവിലെയുള്ള ഒരു 10 മിനിറ്റിൽ ഒതുക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. അപ്പോൾ അതിനനുസരിച്ച് ഇതെല്ലാം കൂടി പറഞ്ഞു വരുമ്പം ചിലപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല 1 മണിക്കൂർ പറഞ്ഞാലും, പക്ഷേ കേൾക്കുന്നവർക്ക് രാവിലെ തന്നെ ഒരുപാട് പരിപാടികൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് കേട്ട് തീരെയും വേണം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഞാൻ നോക്കാം, പരമാവധി ഇതും കൂടി ഉൾപ്പെടുത്താൻ പറ്റുമോ നോക്കട്ടെ. ഏതെങ്കിലും സെഗ്മെൻറ്റ് ഒഴിവാക്കിയിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ ഇത് ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാം. ഞാൻ എല്ലാ ദിവസവും നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് അനലൈസ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കാരണം അന്ന് ദിവസം ട്രേഡ് എടുക്കണമെങ്കിൽ എനിക്കത് നോക്കിയാലേ സാധിക്കുള്ളൂ. ദെൻ ബൈജു ജോസ് ഇതാരാ പറഞ്ഞിരിക്കുന്നത്? സൈക്കോ ശിവ. ഓക്കെ, ഇവിടെ ബൈജു ജോസഫ് പറഞ്ഞിരിക്കുന്ന നിഫ്റ്റി വ്യൂ ഡെയിലി പറയാമോ, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സെയിം റിക്വസ്റ്റാണ്. സോ ഞാൻ ശ്രമിക്കാം പരമാവധി. ഇന്നത്തെ വീഡിയോയിൽ ഈ 2 കമൻറ്റുകളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന അജേഷ് കുമാർ, ദെൻ മുത്തു യാമാമ, വിജയകുമാർ തെറ്റിക്കാട്ടിൽ, ഇംതിയാസ്, ട്രാം ട്രാവലർ ആൻഡ് ഇതാരാണ് ജയേഷ്, ദെൻ KV സന്തോഷ്, രജീഷ്, ഷാജൻ പി, ഷൈനി. ഓക്കെ, സൈക്കോ അത് വായിച്ചു ഞാൻ. അൻസു നാലകത്ത്, നാസറുദ്ദീൻ, ഇങ്ങനെ ഒത്തിരി പേര് നമ്മുടെ സ്ഥിരം കമൻ്റ് ഇടുന്ന ഏതാനും പേരുകളുണ്ട്. ഞാനിപ്പം നിങ്ങളുടെ സമയം ഒരുപാട് പോകുന്നു എന്ന കാരണത്താൽ ഞാൻ ഇങ്ങനെയുള്ള വിഷസും ഗ്രീറ്റിംഗ്സും ഒന്നും വായിക്കാറില്ല, അതങ്ങ് വിടാറാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വായിക്കാറുള്ളത്. എന്തായാലും കമൻറ്റുകൾ രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നാളെ രാവിലെ കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.